ഇന്ന് രാജ്യം ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും വലിയ വിഷയം അമേരിക്കയിൽ കുടിയേറി പാർത്തിട്ടുള്ള ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന അതിക്രൂരവും അതിനീചവുമായിട്ടുള്ള കാഴ്ചകൾ കാണുന്നതിനെക്കുറിച്ചാണ്. അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന് അവിടെ കുടിയേറിയിട്ടുള്ള ആളുകളെ അവിടെ നിന്ന് പുറത്താക്കുവാൻ അവർക്ക് അധികാരമുണ്ട്. ആ അധികാരം അവർക്ക് പ്രയോഗിക്കുകയും ചെയ്യാം. പക്ഷേ കുടിയേറി കണ്ടെത്തിയിട്ടുള്ള ആളുകളെ അവരവരുടെ നാട്ടിലേക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് തിരിച്ചയക്കുമ്പോൾ ഒരു ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം, എല്ലാ സംവിധാനങ്ങളുമുള്ള ഒരു രാജ്യമെന്ന് അവകാശപ്പെടുന്ന അമേരിക്ക ചില നീതിയും ചില ബാധ്യതകളുമൊക്കെ നിർവഹിക്കപ്പെടേണ്ടതുണ്ട്. ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള അവിടെ ഉണ്ടായിരുന്ന കുടിയേറ്റക്കാരെന്ന് പറയുന്നവർ വന്ന രംഗം ഓരോ ഇന്ത്യക്കാരനെയും അതല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തുള്ള മുഴുവൻ ആളുകളെയും വലിയ ആശങ്കയിലേക്ക് കൊണ്ടുപോകുന്നത് തന്നെയാണ്. രണ്ട് കൈയിലും വിലങ്ങിട്ട് കാലുകൾ ചങ്ങല കൊണ്ട് ബന്ധിച്ച് അവർ ഇന്ത്യയിലെ എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോൾ ആ കാഴ്ചകൾ കണ്ടവർ മുഴുവനും അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം എടുക്കുന്ന ഏറ്റവും വലിയ ഒരു തീരുമാനമാണത്രേ കുടിയേറ്റക്കാരെ മുഴുവനും അമേരിക്കയിൽ നിന്ന് ഒഴിവാക്കുമെന്ന് പറയുന്നത്. അങ്ങനെ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യയിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പറഞ്ഞിരുന്നത് ഞാനും ട്രംപുമൊക്കെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് എന്നാണ്. അവർ സുഹൃത്തുക്കളായത് താൽക്കാലികമായ ഏതെങ്കിലും ബന്ധം കൊണ്ടല്ല, ഒരാൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും മറ്റൊരാൾ അമേരിക്കയുടെ പ്രസിഡന്റുമായതുകൊണ്ടാണ്. ആ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം ഈ കുടിയേറ്റക്കാരെ ഒഴിവാക്കാൻ വേണ്ടി തീരുമാനിക്കുമ്പം അതിലേറ്റവും പ്രാധാന്യമുള്ള തിരിച്ചയക്കപ്പെടേണ്ട ആളുകൾ ഇന്ത്യയിൽ നിന്നുണ്ട് എന്നറിയുമ്പോൾ എന്തുകൊണ്ടാണ് നരേന്ദ്രമോദിക്ക് അമേരിക്കൻ പ്രസിഡന്റുമായി ഇത് സംസാരിക്കാൻ കഴിയാത്തത്? തൻ്റെ രാജ്യത്തുള്ള ജനങ്ങളെ തിരിച്ചയക്കുന്നു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് അത് മാന്യമായി ചെയ്യണമെന്ന് ഫ്രണ്ടായിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയോട് പറയാൻ കഴിയാത്ത രീതിയിൽ എന്തുകൊണ്ട് നരേന്ദ്രമോദി മാറി? നമ്മുടെ രാജ്യത്തിലേക്ക് കടന്നു വരുന്ന പൗരന്മാരുടെ ഫോട്ടോയും വീഡിയോസും കണ്ടപ്പം നമ്മുടെ രാജ്യം മുഴുവനും വലിയ നിരാശയിലേക്ക് ആണ്ടുപോയിട്ടുണ്ട്. കാരണം നമ്മുടെ രാജ്യത്തെ പൗരന്മാർക്ക് ഏതെങ്കിലും ഒരു രാജ്യത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് അനധികൃതമാവാം, അതല്ലെങ്കിൽ നിയമപരമാവാം, അതല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും സംവിധാനത്തിൽപ്പെട്ടതാവാം. പക്ഷേ ഒരു ഭരണാധികാരികൾ ഇടപെടേണ്ട ഒരു രീതിയുണ്ട്. നരേന്ദ്രമോദി എന്തുകൊണ്ടാണ് ഈ കുടിയേറ്റക്കാരായ അമേരിക്കയിലുള്ള ഇന്ത്യക്കാർക്ക് വേണ്ടി ഒരു ശബ്ദം പോലും പറയാതിരുന്നത്? ആദ്യത്തെ സൈനിക വിമാനത്തിൽ വന്നവർ എല്ലാവർക്കും ഉപയോഗിക്കാൻ ഒരു ബാത്റൂമോ മറ്റു സൗകര്യങ്ങളോ ഒന്നുമില്ലാത്ത സൈനിക വിമാനത്തിൽ അവരെ കൊണ്ടുവന്ന് ഇറക്കുമ്പോൾ നരേന്ദ്രമോദി പിന്നീടും ട്രംപുമായി സംസാരിക്കുമ്പോഴും നമുക്ക് രണ്ടാമത്തെ ട്രിപ്പിൽ ആളുകൾ വരുമ്പം പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ രണ്ടാമത് വന്നപ്പോഴും അവരുടെ കൈകൾ ബന്ധിച്ചിരുന്നു എന്ന് നമ്മൾ അറിയുമ്പോഴാണ് ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയും ഈ രാജ്യത്തിലെ ജനങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടേണ്ടവരുമായിട്ടുള്ള ഭരണാധികാരികൾ എന്തുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത് എന്നോ തോന്നൽ നമുക്കുണ്ടാകുന്നത്. നമുക്ക് ചില ഭരണാധികാരികൾ ഉണ്ടായിരുന്നു, ഇന്ദിരാഗാന്ധിയെ പോലത്തെ ഭരണാധികാരികൾ. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ, ഒരു യുദ്ധസമാനമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ അമേരിക്ക ഇന്ത്യയെ ഒരു തവണ ഒന്ന് ഞെട്ടിക്കുന്നുണ്ട്. എന്താ ഞെട്ടിച്ചുകൊണ്ട് പറയുന്നതെന്നറിയോ? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം നിർത്തിവെച്ചിട്ടില്ലെങ്കിൽ അമേരിക്കയുടെ നാവികപ്പടയെ ഞങ്ങൾ പാകിസ്ഥാനിലേക്ക് അയക്കും. അത് ഇന്ത്യക്ക് വലിയ ക്ഷീണമാകും. ഞങ്ങൾ പാകിസ്ഥാനും അമേരിക്കയും കൂടി ഇന്ത്യയെ തോൽപ്പിക്കും. ഇത് അമേരിക്ക ഇന്ത്യയെ ഞെട്ടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതായിരുന്നു. പക്ഷേ ഇവിടുന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ഒരു മറുപടി ഉണ്ടായിരുന്നു. നിങ്ങൾ വേണമെങ്കിൽ പാകിസ്ഥാനെ പോയിട്ട് നിങ്ങൾക്ക് സഹായിക്കാം, പക്ഷേ ഇന്ത്യയുടെ സമുദ്രാതിർത്തിയിലൂടെ, ഇന്ത്യയുടെ സമുദ്രത്തിൻ്റെ വിരിമാറിലൂടെ ഞങ്ങളുടെ അതിർത്തിയിലേക്കെങ്ങാനും നിങ്ങളുടെ ആ നാവികപ്പട വന്നാൽ ആ നാവികപ്പട ജീവനോടുകൂടി തിരിച്ചു പോകണമോ എന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്ന് അമേരിക്കയുടെ മുഖത്ത് നോക്കി പറഞ്ഞ ഒരു ധീര ഉരുക്ക് വനിത പ്രധാനമന്ത്രി ഇന്ത്യക്കുണ്ടായിരുന്നു. രാജ്യത്തിൻ്റെ കാര്യങ്ങൾ ആരുടെ മുഖത്ത് നോക്കി പറയാനും രാജ്യത്തിൻ്റെ പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാനും അവർക്ക് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ ഏത് ഭരണാധികാരിയുടെ മുഖത്ത് നോക്കിയും ആർജവത്തോടു കൂടി പറയാൻ കഴിയുന്ന ഭരണാധികാരികൾ ഉണ്ടാവുക എന്നുള്ളതാണ് ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം. ആ പ്രാധാന്യം നഷ്ടപ്പെടുമോ എന്ന് ആളുകൾ സംശയിച്ചുകൊണ്ടിരിക്കുന്നു. നരേന്ദ്രമോദിയെ പോലത്തെ ഒരു പ്രധാനമന്ത്രി എന്തുകൊണ്ട് ജനങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ടില്ല എന്ന ചോദ്യം വരുന്നു.
രണ്ട് ഭരണാധികാരികൾ തമ്മിൽ ഏറ്റവും നല്ല സുഹൃത്തുക്കളാണെങ്കിൽ, ഏറ്റവും നല്ല ബന്ധമുള്ളവരാണെങ്കിൽ ആ ബന്ധം ഉപയോഗപ്പെടുത്തേണ്ടത് അവനവൻ്റെ നാട്ടിലെ പൗരന്മാർക്ക് വേണ്ടിയാണ്. നരേന്ദ്രമോദിയുടെ ഏറ്റവും അടുത്ത സുഹൃത്താകുമ്പോഴും നരേന്ദ്രമോദിയുടെ കീഴിലുള്ള ജനങ്ങൾ, പ്രജകൾ എന്തുകൊണ്ട് ഈ ദുരിതയാതനകളും ഈ ക്രൂരമായ നടപടികൾക്കും വിധേയമായി എന്നുള്ള ചോദ്യം സമൂഹത്തിനിടയിൽ ഉയർന്നുകൊണ്ടേയിരിക്കും. രാജ്യത്തിൻ്റെ നയതന്ത്ര വിഗതികൾ നിയന്ത്രിക്കുന്നിടത്ത് ഒരു പ്രധാനമന്ത്രിക്ക് വലിയ റോളുണ്ട്. ആ റോള് നിയന്ത്രിക്കാൻ കഴിയാതെ പോയതാണ് നരേന്ദ്രമോദിയുടെ പരാജയം. കൊളംബിയയുടെ പ്രസിഡന്റും മെക്സിക്കോയുടെ പ്രസിഡന്റും അമേരിക്കയോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്: ഞങ്ങളുടെ പൗരന്മാർ അവിടെ ഒരു പക്ഷേ അനധികൃതമായി കുടിയേറിയിട്ടുണ്ടാകാം, പക്ഷെ അവരെ തിരിച്ചയക്കുന്ന സമയത്ത് മാന്യതയോടുകൂടിയും മനുഷ്യപ്പറ്റോടുകൂടി പെരുമാറാൻ കഴിയുന്നില്ലെങ്കിൽ അമേരിക്ക അതിന് വലിയ വില നൽകേണ്ടി വരുമെന്ന് കൊളംബിയയുടെയും മെക്സിക്കോയുടെയും ഒക്കെ പ്രധാനമന്ത്രിമാരും പ്രസിഡന്റുമാരും അമേരിക്കയുടെ മുഖത്ത് നോക്കി പറയുമ്പോഴാണ് ഇന്ത്യയിലെ പൗരന്മാർ ഈ കിരാതന നടപടികളിലൂടെ രാജ്യത്ത് വന്നിറങ്ങുമ്പോൾ ഒരു പ്രധാനമന്ത്രി മൗനമായിരിക്കുന്നത് എന്തേ എന്നുള്ള ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്.